ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിനകത്ത് രാജേഷ് കുമാർ, ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറി, പുള്ളി പറഞ്ഞിരിക്കുന്നത് കാവേരി എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. വളരെ നിർണായകമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കാവേരി എഞ്ചിൻ നമുക്കറിയാമല്ലോ, നമ്മൾ കുറേ വർഷങ്ങൾ കൊണ്ട് ഇതിൻ്റെ പുറകിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് വളരെ എഫേർട്ട് ഇട്ട് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ പല തവണ നമ്മളിത് റഷ്യയിൽ കൊണ്ടുപോയി പരീക്ഷണം നടത്തിയെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ ഒരു ത്രസ്റ്റ് കിട്ടുന്നില്ല. അതായത് ആ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തന്നെ ലിഫ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ത്രസ്റ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഒട്ടും കിട്ടുന്നില്ല എന്നുള്ളതല്ല, നമുക്കൊരു പരിധിവരെയൊക്കെ ഇത് ഫ്ലൈ ചെയ്ത് പോകാൻ കഴിയും. പക്ഷേ ഒരു എയർക്രാഫ്റ്റിന് വേണ്ട രീതിയിലുള്ള ത്രസ്റ്റ്, അതാണ് ബിയോണ്ട് ലെവലിൽ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഉപയോഗിക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനെ ഒരു റിമാർക്കബിൾ ചേഞ്ചിലേക്ക് കൊണ്ടുവരികയാണ്. എന്താണെന്ന് പറഞ്ഞാൽ കാവേരി എഞ്ചിൻ്റെ ആ ഒരു പ്രോട്ടോടൈപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു ഡെവലപ്മെൻറ്റും റിസർച്ചും R&D വർക്കെല്ലാം ഇനിയും മുന്നോട്ട് തുടരും. പക്ഷേ അതേ സാഹചര്യത്തിൽ ഈ കാവേരി എഞ്ചിനെ കൊണ്ട് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ നിർമ്മിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട വിഷയമല്ല. ഇത് മിനിമം ഒരു 150 മണിക്കൂറെങ്കിലും ഫ്ലൈയിങ് കപ്പാസിറ്റി ഉള്ള ലെവലിലേക്ക് മാറും നമ്മൾ ഈ ഒരു കാവേരി എഞ്ചിൻ ഉപയോഗിച്ച് UAV നിർമ്മിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിൽ ഇന്ത്യക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു മുൻതൂക്കം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു പോസിബിലിറ്റി മുന്നോട്ട് കണ്ടുകൊണ്ടാണ് രാജേഷ് കുമാർ ഈ ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചതേ ഉള്ളൂ. 24 കമ്പനികൾ ഇതിനോട് താല്പര്യം പ്രകടിപ്പിച്ച് വന്നിരിക്കുകയാണ്. ഏതാണ്ട് 87 വേരിയന്റ് ഡ്രോൺ സിസ്റ്റത്തിൽ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും ഈ ഒരു കാവേരി എഞ്ചിൻ്റെ ബാക്കപ്പോട് കൂടി. അപ്പം ഇതാണ് മെയിനായിട്ട് ഇപ്പം ചർച്ചയാകുന്നത്. കാവേരി എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 49 മുതൽ 51 kN ആണ് ഇതിൻ്റെ ത്രസ്റ്റ് പവർ ഇതുവരെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിന് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ത്രസ്റ്റ്. ശരിക്കും ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്നതിനുപരിയായിട്ട് ഒരു എയർക്രാഫ്റ്റ് എന്ന് തന്നെ പറയാം. ആ രീതിയിൽ പ്രവർത്തിക്കും അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ. അപ്പോൾ അതായത് ഒരു ബെസ്റ്റ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആ രീതിയിലുള്ള മാനുഫാക്ചറിങ് ആണ് ഈ ഡ്രോൺ സിസ്റ്റത്തിൽ ഇന്ത്യക്കുള്ളിൽ ഒരു റെവല്യൂഷനായിട്ട് മാറി തീരാനിരിക്കുന്നത്. ഒരു എയർക്രാഫ്റ്റിൽ ഘടിപ്പിക്കുമ്പോഴാണ് 49 മുതൽ 51 kN ത്രസ്റ്റ് കിട്ടുന്നതെങ്കിൽ ഇതൊരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ആകുമ്പോഴത്തേക്കും ഏതാണ്ട് 79 to 80 kN ത്രസ്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രോൺസ് ഇന്ത്യക്കുള്ളിൽ വരാനിരിക്കുകയാണ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ. അപ്പോൾ ഇത് പല തരത്തിൽ, വിവിധ മോഡലിൽ, വിവിധ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡ്രോൺസ് നിർമ്മിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ വെസ്റ്റേൺ നേവൽ കമാൻഡർ സ്വാമിനാഥൻ, വൈസ് അഡ്മിറൽ K സ്വാമിനാഥൻ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ അവർ അതിഭീകരമായ നിലയിൽ ആയുധശേഖരം നടത്തുകയാണ്. ചൈനയുടെ സൈഡിൽ എന്തൊക്കെ ഒരുപാട് വാങ്ങിക്കുന്നുണ്ട്. J-10 ഉൾപ്പെടെയുള്ള 4th gen ഫൈറ്റർ ജെറ്റുകളെല്ലാം അവർ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അതേപോലെ നിരവധി ആയുധങ്ങൾ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. തുർക്കിയുടെ പക്കൽ നിന്നായാലും ശരി തന്നെ അസർബൈജാൻ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇന്ത്യ വളരെ കെയർഫുൾ ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പാണ് പുള്ളി കൊടുത്തിരിക്കുന്നത്, സ്വാമിനാഥൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവർ തകർന്നടിഞ്ഞ അവസ്ഥയിൽ വീണ്ടും ആയുധങ്ങൾ ശേഖരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊരു ചോദ്യം അവിടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസംബർ 5-ാം തീയതി വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുകയാണ്. ഹൈ ലെവൽ സെക്യൂരിറ്റി അലേർട്ട് കൊടുത്തിരിക്കുന്ന ഒരു ടൈം ലൈനാണ്. ഇതിനകത്ത് പാകിസ്ഥാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടൈം ലൈനാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യക്കുള്ളിൽ തീവ്രവാദ ആക്രമണം നടന്നിട്ട് തിരിച്ചടിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്രയും ലാഗ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് തന്നെ തിരിച്ചടിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പം ആ ലെവലിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഇത്രയും ഒരു പേഷ്യൻസിയോടുകൂടി സംയമനം പാലിച്ച് നിൽക്കുന്നത് ഈ ഒറ്റൊരു വിസിറ്റ് കാരണം കൊണ്ടാണ്. കാരണം ഈ ഒരു വിസിറ്റ് നടക്കേണ്ടത് ഇന്ത്യക്ക് ജിയോ പൊളിറ്റിക്കൽ തലത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ ഇത്രത്തോളം ക്ഷമയോട് കാത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളുടെ രുദ്രതാണ്ഡവം തുടങ്ങാൻ. അപ്പോൾ ആ ഒരു ലെവലിലാണ് മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ. അപ്പോൾ ഈ സമയത്ത് പാകിസ്ഥാന്റെ സൈഡിലുള്ള ഈ ഒരു ആയുധ ശേഖരണം ഇന്ത്യയെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ, അതും ഡിഫൻസ് ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും നമുക്ക് കേൾക്കാൻ ഇടയാവുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ ഇതിനെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെയാണ് കരുതി മുന്നോട്ട് നീങ്ങുന്നത്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ നേവി ഇന്ന് താരാഗിരി എന്ന് പറഞ്ഞ നീൽഗിരി ക്ലാസ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്, അതായത് വാർഷിപ്പ്, നീൽഗിരി ക്ലാസ് വാർഷിപ്പ് ഇന്ന് റിസീവ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ നാൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവറി 40 days നമ്മളൊരു വാർഷിപ്പ് റിസീവ് ചെയ്യും എന്നുള്ളത്. ഇതെല്ലാം തന്നെ അണ്ടർ കൺസ്ട്രക്ഷനിലിരുന്ന പ്രോജക്റ്റുകളാണ്. അപ്പം പലതും അണ്ടർ കൺസ്ട്രക്ഷനിലുണ്ട്, പലതും മെയിൻ്റനൻസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എവറി 40 days വെച്ചിട്ട് നമുക്ക് ഒരു വാർഷിപ്പ് ഇങ്ങനെ ഡെലിവറി ആയിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയാണ് 40 ദിവസം കൊണ്ട് ഇങ്ങനത്തെ ഫൈറ്റർ ഫ്ലീറ്റുകൾ ഡെലിവറി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് മേഖലയിൽ നിന്ന് വരുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള
വാർത്തകളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ പറഞ്ഞത് 40 ദിവസത്തിൽ ഒരു ഫ്ലീറ്റ് ഇന്ത്യൻ നേവിയിൽ ആഡ് ചെയ്യുമെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എവറി വീക്ക് ഇപ്പം കഴിഞ്ഞ 2-3 ആഴ്ചകൾ കൊണ്ട് തന്നെ ഫ്ലീറ്റുകൾ ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് വീക്ക് മുംബൈയിൽ വെച്ചിട്ട് ഒരു ഫൈറ്റർ ഫ്ലീറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേവിയിൽ. താരാഗിരി എന്ന് പറഞ്ഞ നീൽഗിരി ക്ലാസ് സ്റ്റെൽത്ത് ഫൈറ്റർ ഫ്ലീറ്റ് ആണ് ഇന്ന് നേവിയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ചൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ബ്രഹ്മോസിന്റെ ഷിപ്പ് ടു ഷിപ്പ് മിസൈൽ ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫെസിലിറ്റി ഇപ്പോൾ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടാണ് ഇതിപ്പം നേവിയിലേക്ക് ഡെലിവറി ചെയ്തിരിക്കുന്നത്. പ്രോജക്റ്റ് 17A ഭാഗമാണ് ഈ താരാഗിരി സ്റ്റെൽത്ത് ഫ്ലീറ്റ്. ഇന്ത്യ റഷ്യ ഡിഫൻസ് കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് പറഞ്ഞത്, ഇന്ത്യ റഷ്യ ഡിഫൻസ് റീഅഫോം നോ ലോങ്ങർ എ ചോയ്സ്. ഇത് നമുക്കൊരു ചോയ്സ് അല്ല, ഇത് ഒരു സ്ട്രാറ്റജിക് നെസസിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ ഈ ഒരു ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് രാജ്നാഥ് സിംഗ്. ഇതെല്ലാം തന്നെ, ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ അമേരിക്കയും യൂറോപ്പിനെയൊക്കെ അസ്വസ്ഥതപ്പെടുത്തും. പക്ഷേ എന്നാലും എങ്ങനെയെങ്കിലും 5-ാം തീയതി ഒന്ന് കടന്നു പോകട്ടെ എന്നാണ് യൂറോപ്പും അമേരിക്കയും വിചാരിക്കുന്നത്. 5-ാം തീയതി കലണ്ടറിൽ തന്നെ ഇല്ലായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നാണ് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും താല്പര്യം. തീർച്ചയായിട്ടും പുടിൻ ഇന്ത്യ വിസിറ്റ് ചെയ്യും. അത് കാണാനുള്ള ഭാഗ്യം യൂറോപ്പിനും അമേരിക്കയ്ക്കും ഉണ്ടാകുക തന്നെ ചെയ്യും. കാരണം അവരാണ് വരുത്തി വെച്ചത്. ഈ രീതിയിൽ ഇന്ത്യയെ ചിന്തിപ്പിക്കാനും ഇത്രമാത്രം അഗ്രസീവായിട്ട് പെരുമാറാനുമുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയത് ഈ അമേരിക്കയാണ്, ട്രംപാണ്. നമ്മളെ ചൈനയിലേക്ക് ഷാങ്ഹായ് കോർപ്പറേഷനെ പോയി സെലിബ്രേറ്റ് ചെയ്യാൻ അനുവദിച്ചതാരാണ്? അതിലേക്കുള്ള പ്രൊമോഷൻ തന്നതാരാണ്? തീർച്ചയായിട്ടും അമേരിക്കയാണ്. അവിടെ പോയത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഡൈനാമിക് ചേഞ്ച് ഉണ്ടാകുന്നത്. അതിൻ്റെ ഉത്തരവാദി യൂറോപ്പും അമേരിക്കയും തന്നെയാണ്, പ്രത്യേകിച്ചും അമേരിക്ക. ഡൊണാൾഡ് ട്രംപ് പുള്ളിക്കാരന് പുടിൻ ഫ്രണ്ടാണ്. എപ്പോൾ വേണേലും കാണാം, എന്ത് വേണേലും സംസാരിക്കാം, റെയർ എർത്ത് മിനറൽ വാങ്ങാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷേ ഇന്ത്യയും റഷ്യയും തമ്മിൽ അടുക്കാൻ പാടില്ല. അതൊരു വല്ലാത്ത തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതായത് ആ കളി ട്രംപ് അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അതിനുള്ള മറുപടിയാണ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറി രാജേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്, ഗവൺമെന്റ് എത്രയും വേഗം ക്യാപിറ്റൽ ഫണ്ട് ഡിഫൻസിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യണം. അത് പ്രൈവറ്റ് ആയാലും ശരി തന്നെ, ഗവൺമെന്റിന്റെ സൈഡിലായാലും ശരി തന്നെ, എത്രയും വേഗം നമ്മളുടെ ആംസ് കപ്പാസിറ്റി റീബിൽഡ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു റിക്വസ്റ്റ് ആണ് ഇപ്പം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് തീർച്ചയായിട്ടും മാസീവായിട്ടുള്ള പർച്ചേസിന് തുടക്കം കുറിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിഗ്മ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, ഈ കമ്പനി ഒരുപാട് കാലങ്ങളായിട്ട് ഇന്ത്യക്കുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. തീർച്ചയായിട്ടും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഇന്ത്യയെ ബന്ധിപ്പിക്കുന്ന ഡീലറാണ് ഈ കമ്പനി. ശരിക്കും ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ ആയുധങ്ങൾ ഇന്ത്യക്കുള്ളിൽ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഈ കമ്പനി ഇപ്പം അവരുടെ ഗ്ലോബൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ അവർ ലിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ സി ദാമോദർ റെഡ്ഡിയാണ്. ഇത് ശരിക്കും ഇന്ത്യയിലെ ഹൈദരാബാദിനെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഗ്ലോബൽ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് ഇവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇവർ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റുകൾ സ്വീകരിക്കാനുള്ള താല്പര്യമാണ് പ്രധാനമായിട്ടും. അപ്പോൾ ഈ കമ്പനികളുടെ സ്റ്റോക്ക് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ ഭാവി. അതേപോലെ ഇവർക്ക് UK ബ്രാഞ്ച് ഉണ്ട്. സിഗ്മ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് UK ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയായിരിക്കും UK സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവർ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനോട് മെഗാ സോഫ്റ്റ് ലിമിറ്റഡ്, UK ബേസ്ഡ് നസ്മിത്ത് ഗ്രൂപ്പ്, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഏതാണ്ട് 17.80 സ്റ്റെർലിംഗ് പൗണ്ട് മില്യൺ സ്റ്റെർലിംഗ് പൗണ്ട്, UK പൗണ്ടാണ് ഫണ്ട് ഇതിൽ പുഷ് ചെയ്തുകൊണ്ടാണ് ഇപ്പം പുതിയതായിട്ട് ഒരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നത്. ഇതിനകത്ത് ഓൾറെഡി തന്നെ ഈ സിഗ്മ ഗ്രൂപ്പിന് കുറേ പ്രോഡക്ട്സ് ഉണ്ട്. ഏതാണ്ട് 400 മുതൽ 500 പ്രോഡക്റ്റ് ഇവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവരുടേതായിട്ടുള്ള ഓൺ കപ്പാസിറ്റിയിൽ. അപ്പോൾ ആ രീതിയിൽ വലിയ ഒരു മാർജിനുള്ള കമ്പനി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് സ്കോപ്പ് വളരെ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ലക്ഷ്യമിടുന്നത് ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. കമ്പനിക്ക് മേലിൽ ഇവർക്ക് അത്രമാത്രം വിശ്വസ്തത ഉള്ളത് കൊണ്ടാണ് ഇവർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നല്ല ഞാനിവിടെ പറയുന്നത്, ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർക്ക് ഒരു ഒബ്സർവേഷന്റെ സ്റ്റഡി ആയിട്ട് മാറും, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡീറ്റെയിൽസ് പങ്കുവെക്കുന്നത്. കാരണം ഇന്ത്യക്കുള്ളിൽ ഹൈദരാബാദിലും ഇവർ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്കിത് എടുത്ത് പറയേണ്ടി വരുന്നത്. റഷ്യയിൽ നിന്നും ഒരു വലിയ ടീം തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. റഷ്യയുടെയും ഇന്ത്യയുടെയും ഡെലിഗേറ്റ്സ് തമ്മിൽ ഇരുന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് 5-ാം തീയതി നടക്കാനിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൈമറി ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ പ്രിയറോഗേറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാണ്. 27 ടൺ റിലീഫ് മെറ്റീരിയൽസ് നമ്മൾ ശ്രീലങ്കയ്ക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതുവരെ കഴിഞ്ഞ 2 ദിവസം കൊണ്ട്. കാരണം അമ്മാതിരിയുള്ള ചുഴലിക്കാറ്റാണ് അവിടെ അടിച്ചത്. ഡിറ്റ്വ അടിച്ച് തൂത്ത് തറപറ്റി കളഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് അവിടുത്തെ നാശനഷ്ടങ്ങൾ. അതിൻ്റെ വിലയിരുത്തലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഒരുപാട് പേര്, അതാണ് 150-ലധികം ആൾക്കാർ ഈ ഒരു ഡിറ്റ്വ ചുഴലിക്കാറ്റിലും ഈ ഒരു പേമാരിയിലും ഈ ഫ്ലഡിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത്.
നിരവധി പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. ദുരിതം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദുരിതമാണ്. 2018 നമുക്കറിയാമല്ലോ, അതിനേക്കാളും ദുരന്തമായിട്ടാണ് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇവിടെ ഓൺലി ഫ്ലഡ് ആയിരുന്നു, അവിടെ ചുഴലിക്കാറ്റും കൂടി ഉണ്ടായിരുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ത്യ പരമാവധി സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 27 ടണ്ണിൽ ഒതുങ്ങില്ല, വീണ്ടും ഇന്ത്യ കൂടുതൽ ഹെൽപ്പ് അവിടെ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇനിയിപ്പം പറയേണ്ടതുണ്ട്. സിറിയയിൽ അലാവിറ്റ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതായത് സിറിയയ്ക്കുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ബ്രദർഹുഡിന്റെ കൺട്രോൾ അവിടെ ഉണ്ടാവും. അവർ ഏത് തരത്തിലുള്ള പൊസിഷൻ അവർക്ക് കിട്ടിയാലും, ഇനി എത്രമാത്രം ഇനി സ്വർണ്ണ കസാര അവർക്ക് കിട്ടിയാലും, അവരുടെ ഈ തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സോഫ്റ്റ്വെയർ അവർക്ക് പ്രവർത്തിക്കും. അതുകൊണ്ട് ഈ അലാവേറ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ ഇവർ എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവർക്ക് അലാവേറ്റ് കമ്മ്യൂണിറ്റി അവിടെ വേണ്ട, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് പല രീതിയിലും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പൂർണ്ണമായിട്ടുള്ള ആർട്ടിക്കിൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ വിശദീകരിക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.